ഹലോ, ഇവിടെ ആരുമില്ല. സ്റ്റാർട്ട് ചെയ്യാം. എത്ര പേര് വരാനുണ്ട് ഇനി?
Hello. Can you hear me? Just on the chat respond reaction. Okay. കഴിഞ്ഞ വെബ് ഡെവലപ്മെന്റ് ക്ലാസ് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? അത് ഇപ്പൊ കഴിഞ്ഞ സെഷൻ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരുന്ന ആരൊക്കെയുണ്ട്? 3-4 ഞാനും. എല്ലാരും എവിടെ നിന്ന് വരുന്നവരാ? അതല്ലേ 9. കുറച്ച് പേരുണ്ട്. ഓക്കെ, അപ്പൊ അവര് ഗിറ്റ് എന്താ അല്ലെങ്കിൽ ഗിറ്റ് ഹബ് എന്താന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ആദ്യം മുതൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, കുറച്ചുകൂടി ജോയിൻ ചെയ്യുന്നുണ്ട് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ഇൻട്രോ തരാം. എൻ്റെ ഒരു സുനിത്ത് എന്നാണ്. ഞാനിപ്പോ കുസാറ്റിന്ന് പാസ് ഔട്ട് ആയതാണ്. ഇപ്പോ കറന്റ് എജുപോർട്ട് ബാക്ക് എൻഡ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മളെന്താ 61 നിൽക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഗിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സംഭവങ്ങളാണ്. ആദ്യം ഗിറ്റ് പറയണോ ഗിറ്റ് ഹബ് പറയണോ? ഗിറ്റ് ഹബ് ഞാൻ പറയുന്നതിന്റെ ഇടയിൽ എല്ലാവരും എന്താ വെച്ചാല് github.com എന്നുള്ള സൈറ്റിൽ പോവാം. ആർക്കൊക്കെ ഗിറ്റബ് അക്കൗണ്ട്, ഗിറ്റബ് ആദ്യമായിട്ട് കേൾക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ആദ്യമായിട്ട് ഗിറ്റബ് എന്ന് കേൾക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഈ 7 പേര് നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തതാണോ അതോ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തതാണോ? ആദ്യമായിട്ട് ഗിറ്റബ് എന്താന്ന് കേൾക്കുന്ന എത്ര പേരുണ്ട്? ആരുമില്ല? 4 പേര് 5 പേര്. ഇതുവരെ ഗിറ്റബ് എന്താന്ന് കേട്ടിട്ടില്ല എന്നുള്ള ആൾക്കാര് എനിക്ക് വേണ്ടത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു പ്രൊജക്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ലൈവായിട്ടൊരു ഡെമോ. നിങ്ങൾക്ക് ഏത് പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ മനസ്സിലാവുന്നില്ലെങ്കിലോ ചാറ്റിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, മെസ്സേജ് ഇടേ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാരൊക്കെ സ്റ്റോപ്പ് ചെയ്തോളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റ് സെഷൻ. ഞാൻ യൂസ് ചെയ്യുന്ന ID പൈച്ച എന്നുള്ള ID ആണ്. പൈച്ചാം. നിങ്ങൾക്ക് VS കോഡാ യൂസ് ചെയ്യുന്നെങ്കിൽ VS കോഡ് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ആദ്യം നമ്മള് ഗിറ്റ് എന്താന്ന് പറയുന്നു. ഗിറ്റ് എന്തിനാ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഗിറ്റ് ഇല്ലായിരുന്നെങ്കിലോ, ദൈവമില്ലായിരുന്നെങ്കിലോ എന്നൊക്കെ പറയുന്നത്, ഗിറ്റ് ഇല്ലായിരുന്നെങ്കിലോ ഡെവലപ്പേഴ്സ് മിക്കവാറും ഡെവലപ്പേഴ്സ് തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവോ? ഓക്കെ, ഡെവലപ്പേഴ്സ് ഉണ്ടാവും, അങ്ങനെയല്ല. ഓക്കെ, ഞാനൊരു പുതിയൊരു ഫയൽ എന്ത് ചെയ്യാണ് എന്റെ പ്രൊജക്റ്റിൽ ഗിറ്റ് സെഷൻ. ഈ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല അല്ലെ? അല്ല, സ്ക്രീൻ കാണാമോ എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് കിട്ടോ? ഷുവർ. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോൾഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. എന്ത്, വെറുതെ ഒരു ടെക്സ്റ്റ് ഫയലാണ്. നമ്മൾ കോഡൊന്നുമില്ല. കോഡ് എന്താ, കോഡിങ് എന്താണെന്നൊന്നും അറിയാത്ത ഒരാൾക്കും മനസ്സിലാവുന്ന തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. blog.txt ഫയൽ എന്താ? ടെക്സ്റ്റ് ഫയൽ അല്ലെ? ടെക്സ്റ്റ് ഫയൽ. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലോറം ഇപ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ റാൻഡം ടെക്സ്റ്റുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ജസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാന്ന് വിചാരിച്ചോ. അതായത് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം, പക്ഷെ എന്തില്ല, നമുക്ക് മൊത്തം ടൈപ്പ് ചെയ്യാൻ മടിയാണെങ്കിൽ, റാൻഡം ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോറം ഇപ്സത്തിൽ പോവാ, അവിടുന്ന് റാൻഡം ടെക്സ്റ്റ് കോപ്പി ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒപ്പം ചെയ്ത് പോവാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ കേട്ടിരുന്നാലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഗിറ്റ് എന്നുള്ള ഒരു ഐഡിയ, ഒരു കഥ കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് കേട്ടിരിക്കാം.
ഓക്കെ, ഞാൻ എന്തുണ്ടാക്കി, ഇങ്ങനെ കുറെ ഫയൽ ഞാനൊരു ബ്ലോഗ് എഴുതി കൊണ്ടിരിക്കുക. ഐ ആം ടേക്കിംഗ് എ സെഷൻ ഓൺ ഗിറ്റ് ആൻഡ് GitHub along with Tinker hack participants എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു വലിയ ബ്ലോഗ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം, ഓക്കെ, ഞാൻ പഴയ എഴുതിയ ബ്ലോഗ്, അതായത് ഈ ലാസ്റ്റ് ലൈൻ എഴുതിയത് നിങ്ങൾക്ക് ഫാസ്റ്റ് ആവുന്നുണ്ടെങ്കിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ മൊബൈൽ ചെയ്യാൻ പറ്റുമോ, നല്ല ക്വസ്റ്റ്യൻ. മൊബൈൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഗിറ്റ് ഇന്ററാക്റ്റീവ് വെബ്സൈറ്റ്. ഓക്കെ, ഇങ്ങനെ പല വെബ്സൈറ്റ്സും ഉണ്ട് നിങ്ങൾക്ക് ഗിറ്റ് പഠിക്കണമെങ്കിൽ. ഓ മൈ ഗിറ്റിൽ എന്താ ഉള്ളത്? ഇല്ല, ഇതൊന്നും രസമല്ല. ഇങ്ങനൊരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയില്ല. ഗിറ്റ് നമ്മൾ അറ്റ്ലീസ്റ്റ് കമ്പ്യൂട്ടറിൽ നോക്കേണ്ടതാണ്. എത്ര പേര് മൊബൈൽ മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്? പുതിയ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. എത്ര പേര് മൊബൈൽ, എല്ലാവരും ഹാൻഡ് റൗണ്ട് ചെയ്തിട്ട് മൊബൈൽ മാത്രം യൂസ് ചെയ്യുന്നു, മൊബൈൽ മാത്രമേ കയ്യിലുള്ളൂ, ലാപ്ടോപ്പ് കയ്യിലില്ല എന്ന് പറയുന്ന പേരുണ്ട്. ഓക്കെ, നിങ്ങളൊരു ലാപ്ടോപ്പ് കണ്ടുപിടിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഡെവലപ്മെന്റ് സാധനങ്ങൾ ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു ലാപ്ടോപ്പിലായിരിക്കുമല്ലോ മോസ്റ്റ്ലി ചെയ്യാം. കമ്പ്യൂട്ടർ ഫോണിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ലിമിറ്റേഷൻ ഉണ്ടായതുകൊണ്ടാണ്. ഒരു ID സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണമെങ്കിലൊക്കെ കുറച്ച് മൊബൈലിൽ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ മൊബൈൽ ചെയ്യുന്നവർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെയാണെന്നുള്ളത്. കമ്പ്യൂട്ടറിൽ ചെയ്യുന്നവർക്കൊപ്പം ചെയ്ത് പോകാൻ പറ്റുകയാണെന്ന് വെച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും എവിടെന്നെങ്കിലും ഫ്രണ്ട്സിന്റെ ഒപ്പം ആരുടെന്നെങ്കിലും കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്തെങ്കിലും കിട്ടാൻ പറ്റുകയാണെങ്കിൽ നല്ല ഓപ്ഷൻ ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഓക്കെ, എനിക്കിപ്പോ ഒരു പഴയ സ്റ്റേറ്റിലേക്ക് എത്തണം. ഞാൻ ആദ്യം ഇത്രയും ടൈപ്പ് ചെയ്തുണ്ടാക്കി. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ലോറം ഇപ്സം കൊണ്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തുണ്ടാക്കി, ഇത്രയും ടൈപ്പ് ചെയ്തുണ്ടാക്കി. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം, പഴയ സ്റ്റേറ്റിലേക്ക് പോകണം. എന്താ പറയാ, പണ്ട് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറം ഇപ്സം മാത്രമുള്ള സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഫയലാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ സെറ്റ് അടിക്കാം. കൺട്രോൾ സെറ്റ് അടിച്ച് 1 2 3 4 5 6 7 8 9 10 9 കൺട്രോൾ സെറ്റ് അടിച്ചപ്പോ എന്ത് നടന്നു, പഴയ സ്റ്റേറ്റിലേക്ക് എത്തി. ഇനിയും കൺട്രോൾ സെറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് നടന്നു, ഇതും പോയി. ഇതെല്ലാം ഞാൻ പണ്ട് നേരത്തെ ഇങ്ങനെ എന്ത് ചെയ്തു, ഇങ്ങനെ ഓരോ ലൈനിലാക്കി പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തി. ഇനിയും കൺട്രോൾ സെറ്റ് അടിച്ചാൽ മൊത്തം പോയി. ബേസിക്കലി നമുക്ക് എന്താ വെച്ചാല് ഒരു ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പണ്ട് ചെയ്തിരുന്ന സാധനം അതിലേക്ക് തിരിച്ചു വരാനും. ഇനി കൺട്രോൾ ഷിഫ്റ്റ് സെറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നേരെ തിരിച്ച് ഞാൻ ടൈപ്പ് ചെയ്ത് കൺട്രോൾ സെറ്റ് അടിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. കണ്ടോ, ഞാൻ ചെയ്ത അത്രയും സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ബേസിക്കലി ഒരു നമ്മള് ഈ ഒരു സ്റ്റേറ്റിലാണുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി. അതായത് ഇപ്പൊ ആദ്യം നമ്മൾ ലോറം ഇപ്സം എന്നുള്ളൊരു പേജിക്ക് വന്നിട്ട് മൈ ബ്ലോഗ് ഒരു ലൈൻ ആഡ് ചെയ്തു. എന്ത് ചെയ്യാ, ജസ്റ്റ് വേറൊരു സെക്ഷൻ നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞൊരു സെഷൻ. അതില് ഇൻ ദിസ് സെഷൻ ഐ എം ഗോയിങ് ടു കവർ the basics of Git and GitHub എന്നുള്ള ഒരു പേജ് 2 ആഡ് ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വേറൊരു സ്റ്റേറ്റ് ഉണ്ടാക്കുക ചെയ്തു. അതായത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊന്നുമില്ല, നിങ്ങൾ ഓരോരോ യുണീക്ക് ആയിട്ടുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് എന്താ പറയാ, അങ്ങനെ പറയാം. അപ്പൊ ഇവിടെ എന്താ നെക്സ്റ്റ് അല്ലെങ്കിൽ പേജ് 2. ഇനി നമ്മൾ എന്ത് ചെയ്തു, പേജ് 3 ആഡ് ചെയ്യുമ്പോ പേജ് 3 എന്താ, വി ആർ പ്രൊവൈഡിങ് എ ലൈവ് ഡെമോ ഓൺ ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് പേജ് 3 ആഡ് ചെയ്ത്. അപ്പോൾ
പേജ് 3 എന്ന് പറഞ്ഞൊരു സാധനം, പേജ് 3 എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് നോർമൽ ഫ്ലോയില് നമുക്ക് എന്ത് ചെയ്യണം വെച്ചാല് പേജ് 2-ൽ നിന്ന് പേജ് 3-ൽ നിന്ന് പേജിലേക്ക് വേണം Ctrl+Z, Ctrl+Z അല്ലെ, Ctrl+Z ഉണ്ടോ? Ctrl+Z അടിച്ചു, മൾട്ടിപ്പിൾ Ctrl+Z അടിച്ചു കഴിഞ്ഞാല് പേജ് 2 നിന്ന് നമ്മളെ ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാറ്റിൽ ഇടാവോ? ഇതുവരെ ക്ലിയർ ആണോ എന്നുള്ളതൊന്ന് ലൈക്ക് ചെയ്യാവോ? ഇതുവരെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഇതുവരെ ക്ലിയർ അല്ലെങ്കിൽ ചാറ്റിൽ ഇടുക, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യണോ? ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ആദ്യം മുതൽ നമുക്ക് റിപ്പീറ്റ് ആകാം. ഓക്കെ 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 ഓക്കെ. എന്തിനാ Ctrl+Z അടിച്ച് പോണെന്ന് മനസ്സിലായോ? നമ്മൾ എന്തിനാ Ctrl+Z അടിക്കണേ? Ctrl+Z അടിക്കുന്ന ഒന്നിനുമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പഴയ സ്റ്റേറ്റിലേക്ക്, പഴയ പേജ്, പണ്ട് എന്താണോ ടൈപ്പ് ചെയ്തുണ്ടാക്കിയത് നമ്മളിങ്ങനെ ആലോചിച്ച് ടൈപ്പ് ചെയ്തുണ്ടാക്കും. പിന്നെ തോന്നാതെ ഒരു രസമല്ല എന്ന് പറഞ്ഞിട്ട് പഴയ സാധനത്തിലേക്ക് തിരിച്ചിങ്ങനെ വരും. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്തു, പഴയ സ്റ്റേറ്റിലേക്ക്. എവിടെ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടേക്ക് എത്തി നമ്മള്. എങ്ങനെ? ഇവിടുന്ന് വീണ്ടും Ctrl+Z അടിച്ച് ഇവിടുന്ന് Ctrl+Z അടിച്ച് ഇവിടുന്ന് വീണ്ടും Ctrl+Z അടിച്ച് എവിടെ എത്തി? നമ്മളെ ലോറം ഇപ്സം മാത്രമുള്ള സ്റ്റേറ്റിലേക്ക് എത്തി. കണ്ടോ? ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് പോവാനോ? ഇങ്ങോട്ട് പോകണച്ചാലോ CTR+Shift+Z. ഇനി ഇവിടുന്ന് തിരിച്ചു പോണച്ചാലോ? ഈ പ്രോസസ് എല്ലാവർക്കും അറിയണതല്ലേ? Ctrl+Z-ഉം Ctrl+Shift+Z-ഉം അണ്ടോ റീഡോ. ഇവിടുന്ന് Ctrl+Shift+Z അടിച്ചു കഴിഞ്ഞാല് അയ്യോ പോണില്ല, ഒരു ലിമിറ്റ് ഉണ്ടാവും. Ctrl+Shift+Z. ഓക്കെ ഓക്കെ. ഈ ഒരു ഫ്ലോ എല്ലാവർക്കും അറിയാലോ. Ctrl+Z-ഉം Ctrl+Shift+Z-ഉം അണ്ടോ റീഡോ. അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സ്ക്രീൻ കാണുന്നില്ലേ? എല്ലാവർക്കും ഉണ്ടോ ഇഷ്യൂ? സ്ക്രീൻ ഇപ്പൊ കാണാവോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ തന്നെ നമ്മളെ കമ്പ്യൂട്ടറിൽ എന്തായി? Ctrl+Z അടിച്ചു പോയി. Ctrl+Shift+Z അടിച്ച് നമ്മളെ പഴയ എഴുതിണ്ടാക്കിയ വ്ലോഗൊക്കെ കത്തിപ്പോയി. ഞാൻ എന്ത് ചെയ്താ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് എന്ത് ചെയ്താണ്, പഴയ സ്റ്റേറ്റിലേക്ക് എത്തിയതാണ്. അപ്പൊ Ctrl+Shift+Z എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ കത്തിപ്പോയി. ഇത് കത്തിപ്പോയി, ഇത് കത്തിപ്പോയി, ഇത് കത്തിപ്പോയി. അപ്പൊ നമ്മൾ എന്തായി? നമ്മളെ പേജ് 2 പോയി, പേജ് 3 പോയി, മൈ വ്ലോഗ് പോയി. നിങ്ങൾ വല്ല കോഡ് എഴുതിയിട്ടാണ് ഇതൊക്കെ പോണെച്ചാലോ? നിങ്ങൾ കഷ്ടപ്പെട്ട് 2-3 ദിവസമൊക്കെ ഇരുന്ന് കോഡ് എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു? തുടക്കത്തിലുള്ള മീറ്റിംഗ് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അരുന്തിതൊന്ന് നോക്കാവോ? ട്രോൾ ഓക്കെ. അപ്പൊ നമ്മള് കഷ്ടപ്പെട്ട് എഴുതിണ്ടാക്കിയ കോഡൊക്കെ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ മോശമല്ലേ? അപ്പൊ Ctrl+Z അടിച്ച് നമ്മൾ പഴയത്തേക്ക് എത്തി. Ctrl+Shift+Z അടിക്കുമ്പോ വർക്ക് ആവുന്നില്ല. എന്താണ് ചാറ്റില് വേറെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ വിളിച്ചു നോക്കാം. അരുന്ധതി, എടാ എനിക്ക് അലോ ചെയ്യാൻ പറ്റില്ലടാ, എനിക്ക് ആളെ കാണില്ല. അല്ല, ജോയിൻ ചെയ്യാൻ കുറച്ച് ഒരു വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചാറ്റ് വരുന്നുണ്ട്. അവര് അഡ്മിറ്റ് ആയിക്കോളും. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്, റെസ്യൂം ചെയ്യാം നമുക്ക്. ലൈക്ക് ഇട്ടു. ഓക്കെ.
അപ്പൊ നമ്മള് ഇതിപ്പോ ഒരു ബ്ലോഗ് ആയതുകൊണ്ട് നമുക്ക് ആലോചിച്ചാൽ വീണ്ടും നമുക്ക് എന്ത് കിട്ടും, ചിലപ്പോൾ കിട്ടും. നമ്മൾ 2-3 ദിവസമൊക്കെ ഇരുന്ന് എഴുതിയ കോഡൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ Ctrl+Shift+Z വർക്ക് ആവുന്നില്ല. എന്റെ എന്ത് പോയി, പേജ് 1 കണ്ടന്റ് പോയി, പേജ് 2 കണ്ടന്റ് പോയി, ബൈബ്ലോഗിന്റെ കണ്ടന്റ് പോയി, എല്ലാം പോയി. അപ്പൊ ഈ ഒരു പ്രശ്നം പണ്ടുണ്ടായിരുന്ന ഡെവലപ്പേഴ്സിന് അറിയായിരുന്നു. എന്ത്, ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് തിരിച്ചു പോകലും തിരിച്ചു വരലും കൂടി ആവുമ്പോ ആ സംഭവങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് പണ്ടുള്ള ആൾക്കാര് എന്തുണ്ടാക്കി, ഗിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. ഗിറ്റ് എന്ത് ചോദിച്ചാല്, ഈ ഒരു പ്രൊജക്റ്റിൽ എന്തില്ല, ഗിറ്റ് ഇല്ല. ഗിറ്റ് നിങ്ങൾ ആദ്യം ഗിറ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഗിറ്റ് ഇൻസ്റ്റാൾ സെർച്ച് ചെയ്യുക, ഡൗൺലോഡ്സ് പോവുക. നിങ്ങൾ ഇതുവരെ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പോയിട്ട് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, മാക്കോസ് ആണെങ്കിൽ മാക്കോസ്, വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. ഇപ്പൊ മാക്കോസിലാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വിൻഡോസിലാണെന്ന് വെച്ചാൽ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഗിറ്റ് ഒന്ന് പാരലി ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഥയും കൂടിയും പറയാം. ഓക്കെ, നേരത്തെ നമുക്കുണ്ടായ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടുള്ള ഡെവലപ്പേഴ്സ് ആര്, ലിനസ് സ്റ്റോൾവാർട്സ് എന്നുള്ളൊരു ചങ്ങായി എന്തുണ്ടാക്കി, ഗിറ്റ് ഓക്കെ, ഗിറ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കി. അയാൾ എന്ത് ചെയ്തുണ്ടാക്കി, അയാൾ ഇങ്ങനെ ഇരുന്ന് കോഡ് എഴുതുമ്പോൾ ചിലപ്പോ ഇതേമാതിരി ഓരോ സ്റ്റേറ്റുകൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കേണ്ടി വരും. ചിലപ്പോൾ വേറെ സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് മാറേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അവര് ഗിറ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഉപയോഗിക്കാൻ പോവാണ്. എന്നിട്ട് നമ്മളിപ്പം നമുക്കുണ്ടായ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഗിറ്റ് നമ്മളൊരു പ്രൊജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഗിറ്റ് ഇനിറ്റ് എന്നുള്ള ഒരു കമാൻഡ് ഉണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ഞാനൊരു ഇത് ഷെയർ ചെയ്യാം. എന്ത്, കോപ്പി ലിങ്ക്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ കയറാം. ഞാൻ ടൈപ്പ് ചെയ്യുന്നത് സ്ക്രീൻഷോട്ട്സ് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ എങ്ങനെ ഇടാം. ഇതിൽ കുറച്ച് മുന്നത്തെ സെഷന്റെ സാധനം ഉണ്ട്, അതെന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ മാറ്റി വെക്കാം. ഇവിടെ കുറച്ച് റൈറ്റിലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയൊരു സെലക്ഷൻ ഇങ്ങനെ സെക്ഷൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മഞ്ഞ സെക്ഷനിലായിരിക്കും നമ്മളുടെ സംഭവങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഒരു പ്രൊജക്റ്റിൽ ഗിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, ഗിറ്റ് സ്മോൾ ലെറ്റർ ഇനിറ്റ് എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്. എന്തിനാണത്, ഗിറ്റ് എന്നുള്ള ഇനിറ്റ് എന്നുള്ള കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പ്രൊജക്റ്റിൽ ഗിറ്റ് ഉണ്ടോ, ഇങ്ങനെ ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ട് ഇനീഷ്യലൈസ്ഡ് empty git repositories in നിങ്ങളുടെ പ്രൊജക്റ്റിന്റെ ഫോൾഡർ. നിങ്ങൾക്ക് ഗിറ്റ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന്റെ ഒപ്പം ഒന്ന് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, കഥ കേട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ സാധനങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ അങ്ങോട്ട് കൊടുത്തിട്ട് തരാം, അത് മേടിക്കണ്ട. ഈ അനോണിമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരൂ, ഇവിടേക്ക് വരൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ പ്രൊജക്റ്റിൽ ഗിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു സാധനം കാണാം, മനസ്സിലായോ? ഗിറ്റ് സ്റ്റാറ്റസ് അത് ഞാൻ ഇവിടെ കൊടുത്തിടാം. ഗിറ്റ് സ്റ്റാറ്റസ്. അപ്പൊ ഗിറ്റിന്റെ സ്റ്റാറ്റസ് എന്താണ്, നമ്മളെ പ്രൊജക്റ്റിന്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് ഗിറ്റ് സ്റ്റാറ്റസ്. ഇപ്പൊ പറയും ഓൺ ബ്രാഞ്ച് മെയിൻ. അപ്പൊ നമ്മള് ഈ ഒരു ഫ്ലോ കണ്ടോ, ലോറമിപ്സം ഇത് ഇതൊക്കെ നമുക്ക് ഇത് പണ്ടത്തെ ആയിരുന്നു, നമ്മൾ ഗിറ്റിന്റെ മുന്നത്തെ ഗിറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ മുന്നത്തെ ഫ്ലോ ആണത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫ്ലോ മാറ്റിയിട്ട് ഗിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമുള്ള സാധനം. അപ്പൊ ഇവിടെ നമ്മള് മെയിൻ എന്നുള്ളൊരു സംഭവം, അതായത് മെയിൻ എന്നുള്ളൊരു ബ്രാഞ്ചിലാണ് ഇനി വർക്ക് ചെയ്യാം. കണ്ടോ, ഇനി നമ്മള് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ബ്രാഞ്ച് ഉണ്ടാക്കാം. ഇപ്പോ എന്താ പറയാ, ടെസ്റ്റ് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് എന്താണ് ബ്രാഞ്ചിങ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ടെസ്റ്റ്, ഫീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് പല ബ്രാഞ്ചുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്നും നമുക്ക് പോകേണ്ട. തൽക്കാലം മെയിൻ എന്നുള്ള ഒറ്റ ബ്രാഞ്ചിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് വിചാരിച്ചോ.
നിങ്ങൾക്ക് എപ്പോ ക്ലിയർ ആണ് നിങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഗിറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യൽ കുറച്ച് ടാസ്ക് ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഇതിൽ പോയിട്ട് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കേട്ടിരുന്നാലും മനസ്സിലാവും. നിങ്ങൾക്ക് ഈ ഗിറ്റിന്റെ കുറച്ച് ഒരു എന്തിനാണ് ഗിറ്റ് എന്നുള്ള കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എപ്പോഴും നെറ്റിലൊക്കെ നോക്കി ട്രൈ ആവുന്ന സാധനങ്ങളാണ്. അപ്പൊ ഗിറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒറ്റ നോഡ്, ഇതിനെ നോഡ് എന്ന് മനസ്സിലാക്കിയാൽ, നോഡ് പറഞ്ഞ ഒരു നമ്മൾ നേരത്തെ കണ്ട മാതിരി ഒരു സ്റ്റേറ്റ്, അതായത് ഒരു സെറ്റ് ഓഫ് ഫയലോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോഡ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ഒരു സേവ്ഡ് സ്റ്റേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു പെട്ടിയായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആണ്? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് വെച്ചാൽ ചോദിക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുമ്പോൾ ഓൺ ബ്രാഞ്ച് മെയിൻ നോ കമ്മിറ്റ്സ് യെറ്റ് അൺട്രാക്ഡ് ഫയൽസ്, ഇതിന്റെ അർത്ഥം എന്താ, മെയിൻ എന്നുള്ള ബ്രാഞ്ചിലാണ്, അത് നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടു, മെയിൻ എന്നുള്ള ബ്രാഞ്ചിലാണ് നമ്മൾ. നോ കമ്മിറ്റ്സ് യെറ്റ്, കാരണം നമ്മൾ ഇതുവരെ കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എഴുതാം, നമ്മൾ നേരത്തെ ഒരു സ്റ്റേറ്റ് സേവ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, സേവ് എ സ്റ്റേറ്റ് ഓഫ് ഫയൽ ഓർ ഫോൾഡർ എന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ഒരു സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, അതേപോലെ എടുത്തു വെക്കാണ്. അങ്ങനെ നമ്മൾ എടുത്തു വെക്കുന്ന സ്റ്റേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഇവിടെ ഇതൊരു സ്റ്റേറ്റ് ആയിരുന്നു, ഇതൊരു സ്റ്റേറ്റ് ആയിരുന്നു, ഇതൊരു സ്റ്റേറ്റ് ആയിരുന്നു, ഇതൊരു സ്റ്റേറ്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടി നമ്മൾ കൺട്രോൾ സെറ്റ് അടിച്ചു, അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് സെറ്റ് അടിച്ചു, അങ്ങനെയാണ് ഇവിടെ ചെയ്തത്. അപ്പൊ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയും സ്റ്റേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വിച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ചും കൂടി ഒരു ബെറ്റർ വേയില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ഇവിടുത്തെ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. ഇവിടുത്തെ സ്റ്റാറ്റസ് ഇവിടുത്തെ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഓക്കെ, ഇവിടുത്തെ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ഫയൽ ഉണ്ട് നോക്കിക്കോട്ടോ. ഏതൊക്കെ ഫയൽ ഉണ്ട്, ഡോട്ട് ഐഡിയ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അത് നിങ്ങളതിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബ്ലോഗ് ഡോട്ട് ടി എക്സ് ടി നമ്മൾ ഉണ്ടാക്കിയ ഫയലാണ്. ബ്ലോഗ് ഡോട്ട് ടി എക്സ് ടി നമ്മൾ എന്തുണ്ടാക്കിയ ഫയലാണ്, ഉണ്ടാക്കിയ ഫയലാണ്. ഇനി അത് രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഓൾറെഡി നമ്മളുടെ ഫോൾഡറിൽ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അതിന് ഗിറ്റ് ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അതായത് ഗിറ്റ് ട്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഗിറ്റിന് മനസ്സിലാവണം, ഗിറ്റിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഗിറ്റെ ഈ ഫയല് നീ സൂക്ഷിക്കണം, ഈ ഫയൽ എനിക്ക് ആവശ്യമുള്ളതാണ്. അതായത് ബ്ലോഗ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്നത് എനിക്ക് എന്ത് വേണം, ആവശ്യമുള്ള ഫയലാണ്, അതിലുള്ള ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യണം, നീ എടുത്തു വെക്കണം. അപ്പൊ അങ്ങനെ ഗിറ്റിനോട് ഒരു ഫയൽ ട്രാക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ഗിറ്റ് അങ്ങനെ എന്ത് ചെയ്യില്ല, എല്ലാ ഫയലും ഒറ്റയടിക്ക് ട്രാക്ക് ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാല് ഗിറ്റിനോട് ഇത് ട്രാക്ക് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട്, ഗിറ്റ് ആഡ് ബ്ലോഗ് ഡോട്ട് ടി എക്സ് ടി. കണ്ടോ, അപ്പോ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഏത് കമാൻഡ് അടിച്ചു വെച്ചിട്ടാ, ഗിറ്റ് ആഡ് ബ്ലോഗ് ഡോട്ട് ടി എക്സ് ടി എന്ന് അടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു. എന്തോ ഒരു ചേഞ്ച് ഉണ്ട്, കണ്ടോ. ഇവിടെ നേരത്തെ എന്തായിരുന്നു, നോ കമ്മിറ്റ്സ് യെറ്റ് അൺട്രാക്ഡ് ഫയൽസ്. ഇവിടെ നോക്കി കഴിഞ്ഞാലോ, നോ കമ്മിറ്റ്സ് യെറ്റ് ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ്, ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ് ന്യൂ ഫയൽ ബ്ലോഗ് ഡോട്ട് ടി എക്സ് ടി. അപ്പൊ ഈ ഒരു ഇത് റൺ ചെയ്തപ്പോ നമ്മൾ എന്ത് ചെയ്തു വെച്ചാല്, ഈ ഒരു സ്റ്റേറ്റിന്ന് ഇത് ഇവിടെ തന്നെ ഉണ്ട്, ഇതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിലേക്ക് എന്ത് വന്നു, ഈ ബ്ലോഗ് ഡോട്ട് ടി എക്സ് ടി കയറി വന്നു. കണ്ടോ, ഗിറ്റ് ആഡ് ബ്ലോഗ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞപ്പോ ഈ പെട്ടീനെ നമുക്ക് കളർ മാറ്റിയിട്ട് ഒരു ചുവപ്പ് പെട്ടിയാക്കാം. ചുവപ്പ് പെട്ടി എന്ന് പറഞ്ഞാല് ഗിറ്റ് അതിനെ നോക്കില്ല, ഗിറ്റ് ട്രാക്ക് ചെയ്യാത്ത സംഭവങ്ങളെയാണ് നമ്മൾ ഇവിടെ ചുവപ്പായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗിറ്റ് എന്തില്ല, അതുകൊണ്ടാണ് ഇവിടെയും ചുവപ്പ്. കണ്ടോ, ഗിറ്റ് ചുവപ്പ് കാണുമ്പോ ഗിറ്റിന് ചുവപ്പ് പേടിയാന്ന് മനസ്സിലാക്കിയേ. ഗിറ്റ് എന്ത് ചെയ്യില്ല, ചുവപ്പിനെ തിരിഞ്ഞു നോക്കില്ല. ഗിറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിത്തെ ഫയൽ എന്തെങ്കിലും തിരിഞ്ഞു നോക്കണം എന്ന് പറയണ വെച്ചാൽ അതിനെ പച്ചയാക്കണം. പച്ച എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്, കണ്ടോ, ഗിറ്റ് ആഡ് കൊടുത്തു കഴിഞ്ഞപ്പോ ബ്ലോഗ് എന്തായി, പച്ചയായി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പച്ച കൊടുക്കാം. അപ്പൊ ഇതെന്തായി, ഗിറ്റ് നോക്കാൻ തുടങ്ങി. ഗിറ്റ് എന്ത് ചെയ്യും, ഈ ബ്ലോഗ് ഡോട്ട് ടി എക്സ് ടിയിലുള്ള ചേഞ്ചസ് ഒക്കെ ഇങ്ങനെ ആലോചിക്കും. അപ്പൊ ബ്ലോഗ് ഡോട്ട് ടി എക്സ് ടിയിൽ എന്താണ് ചേഞ്ച്, ബ്ലോഗ് ഡോട്ട് ടി എക്സ് ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ന്യൂ ഫയൽ, അങ്ങനെ ഒരു ഫയൽ മുന്നേ ഉണ്ടായിരുന്നില്ല,
നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ് ചേഞ്ച്? നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ റിപ്പീറ്റ് ചെയ്യണം വെച്ചാലോ ഹാൻഡ് റൈസ് ചെയ്യാം. ഈ പാതിരാത്രി ഗിറ്റ് എന്താന്ന് പഠിക്കാൻ വന്നിട്ട് ഗിറ്റ് എന്താന്ന് പഠിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് എവിടെ ഡൗട്ട് ഉണ്ടെച്ചാലും അപ്പൊ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ആക്കി പോവാ. റിപ്പീറ്റ് ചെയ്യണം വെച്ചാൽ റിപ്പീറ്റ് ചെയ്യാൻ ഒരു പ്രശ്നമല്ല. 10:30 വരെയാണ് സമയം. അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു പ്രൊജക്ട് ഉണ്ടാക്കി കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്ത് ഗിറ്റബിൽ എത്തിക്കണം അതിന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് ഗിറ്റ് ആഡ് ബ്ലോക്ക് ഡോട്ട് ടി എന്ന് പറഞ്ഞപ്പോ ഗിറ്റ് എന്ത് ചെയ്യും, ഈ ചോപ്പിനൊന്നും ഗിറ്റ് ശ്രദ്ധിക്കില്ല. ഗിറ്റ് ഇവരോടൊക്കെ പോയി പണിയാക്കാൻ പറയും. പച്ചയിലെത്തിക്കഴിഞ്ഞാൽ ഗിറ്റ് അതിനെ നോക്കാൻ തുടങ്ങും. ഗിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മെയിൻ എന്നുള്ളതിനെ ആലോചിച്ചാൽ മതി. ഗിറ്റ് എന്ത് ചെയ്യും, ബ്ലോക്ക് ഡോട്ട് ടി ഓക്കെ ബ്ലോക്ക് ഡോട്ട് ടി എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഗിറ്റിന് മനസ്സിലാവും. ഗിറ്റ് ഇതൊന്നും ശ്രദ്ധിക്കില്ല. ചോപ്പ് ആണെന്നൊന്നും ഗിറ്റ് ശ്രദ്ധിക്കില്ല. ഗിറ്റ് എന്ത് ചോദിച്ചാല് ഓക്കെ ബ്ലോക്ക് ഡോട്ട് ടി എന്ന് പറഞ്ഞൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. പക്ഷെ ഗിറ്റ് അപ്പോഴും അത് എന്ത് ചെയ്തിട്ടില്ല, സേവ് ചെയ്തിട്ടില്ല. സേവ് ചെയ്യണത് ഇവിടെ എത്തണം, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, സേവ് ചെയ്തിട്ടില്ല. ഇനി ഇവിടുന്ന് നമുക്ക് എന്ത് വെച്ചാല് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഗിറ്റ് കമ്മിറ്റ് -m നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. ബേസിക്കലി ഈ എന്താണ് നമ്മൾ സേവ് ചെയ്യണത് എന്നുള്ളത് ഗിറ്റിനോട് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ആഡ് ബ്ലോക്ക് ഫയൽ കണ്ടോ. അപ്പൊ ഗിറ്റ് കമ്മിറ്റ് എന്ന് പറഞ്ഞ ഗിറ്റ് നമ്മൾ ഒരു സ്റ്റേറ്റ് സേവ് ചെയ്യുന്നതിനെ ഗിറ്റ് കമ്മിറ്റ് എന്ന് പറയും. അതിനെ ട്രാക്ക് ചെയ്യണതിനെ ഗിറ്റ് ആഡ് എന്ന് പറയും. അതായത് അൺട്രാക്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഡോട്ട് ടിഎക്സ്റ്റിനെ ഗിറ്റ് ആഡ് ബ്ലോക്ക് ഡോട്ട് ടിഎക്സ്റ്റി എന്ന് പറഞ്ഞപ്പോൾ അതെന്തായി, ഗിറ്റ് അതിനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഫയലിലെ ചേഞ്ചസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി നിങ്ങള് ഓക്കെ ആ ഫയൽസിലെ ചേഞ്ചസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി നമ്മൾ സേവ് ചെയ്യാൻ പറയാണ് ഗിറ്റിനോട്, ഗിറ്റേ ഈ ബ്ലോക്ക് ഡോട്ട് ടിഎക്സ്റ്റിയിലുള്ള ഇപ്പോഴുള്ള കണ്ടന്റ് നീ ഓർത്ത് വെച്ചോ, ഞാൻ പിന്നെ എപ്പോ ചോദിക്കുമ്പോഴും എനിക്ക് എന്ത് ചെയ്യണം, ഈ ബ്ലോക്ക് ഡോട്ട് ടിഎക്സ്റ്റിയിലെ കണ്ടന്റ് എടുത്ത് തരണം. അപ്പൊ ഗിറ്റിനോട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു സ്റ്റേറ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി പറയാണ്, കമാൻഡ് ചെയ്യാണ്. അപ്പൊ അതിനുള്ള കമാൻഡാണ് ഇത്. നമുക്ക് ഇതേപോലെ കോപ്പി ചെയ്യാം. ഇതെന്ത് ചെയ്യാം, ഗിറ്റ് കമ്മിറ്റ് ഗിറ്റ് ഈ ഫയലിന്റെ സ്റ്റേറ്റ്, അതായത് ഈ ലോറം ഇപ്സം എഴുതിയ ഈ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, എടുത്തു വെക്കണം. ഞാൻ എപ്പോ ചോദിച്ചാലും എനിക്കത് എടുത്തു തരണം എന്ന് ഗിറ്റിനോട് പറയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോറി, ഗിറ്റ് കമ്മിറ്റ് -m എന്ത് ചെയ്യാണ്, ആഡ് വാട്ട് ബ്ലോക്ക് ഡോട്ട് ടിഎക്സ്റ്റി. ഓക്കെ, അപ്പൊ എന്ത് പറയും, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഏത് യൂസർ ആണ് ഇത് ചെയ്യണതെന്ന് സെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഗിറ്റ് പറയും. നോക്കി നോക്കാം. ഇപ്പൊ ഒരു ഡിഫോൾട്ട് ആയിട്ട് കമ്മിറ്റർ എന്ന് പറഞ്ഞിട്ട് എന്റെ പേരും പിന്നെ ഒരു എന്റെ കമ്പ്യൂട്ടറിന്റെ പേരൊക്കെ വെച്ചിട്ട് ഒരു ഇമെയിൽ ഐഡി ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വരണമെങ്കിൽ പുഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് വരണം വെച്ചാല് ഇങ്ങനെ ഒരു സാധനം കമാൻഡ് റൺ ചെയ്യാന്നുണ്ട് അവർ പറഞ്ഞു തരും. ഗിറ്റിൽ നമ്മൾ ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു തരും, ഗിറ്റ് കോൺഫിഗ് ഗ്ലോബൽ യൂസർ ഡോട്ട് നെയിം. ഇതിലൊന്നുമില്ല, ആരാണ് ഈ കമ്മിറ്റ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, അതും ഗിറ്റിനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് ആണ് ഇത്. ഇപ്പൊ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, വിട്ടുകളയാം. ഇപ്പൊ ഈ കമ്മിറ്റ് റൺ ചെയ്തപ്പോ എന്ത് ചെയ്തു വെച്ചാല് ഇങ്ങനൊരു സാധനം ഉണ്ടായി. അതായത് മെയിൻ എന്നുള്ളത് ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ ബ്ലോഗ് ഇവിടേക്ക് കയറി വന്നു. ഈ ബ്ലോഗ് എന്നുള്ളത് ഇവിടേക്ക് കയറി വന്നു. എന്നിട്ട് മെയിൻ എന്നുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാഞ്ചിനെയാണ് മെയിൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബ്രാഞ്ചിനെ അല്ലെങ്കിൽ ഈ ഒരു ലൈനിനെയാണ് മെയിൻ എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി എവിടെയാണ് ഇപ്പൊ കറന്റ്ലി നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതിനെ ഹെഡ് എന്ന് പറയാം. ഇവിടെയാണ് നമ്മൾ കറന്റ്ലി നിൽക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ കേസില് മൊത്തത്തിലൊന്ന് എന്ത് ചെയ്യാം, കുറച്ച് താത്തിക്ക് കൊണ്ടുവരാം.
ഇവിടെയാണ് നമ്മൾ കറക്റ്റ്ലി നിൽക്കുന്നത്. ഒരു മഞ്ഞ കളറാക്കാം. നേരത്തെ കേസിൽ നമ്മൾ ഇവിടെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ കേസിൽ നമ്മൾ എവിടെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്? ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു സ്റ്റേറ്റിൽ എന്തുണ്ടായിരുന്നില്ല? ബ്ലോഗ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ നമ്മളെ സ്റ്റേറ്റിൽ എന്തുണ്ട്? ബ്ലോഗ് ഉണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിൽ ബ്ലോഗ് ഉള്ള ഈ സ്റ്റേറ്റിലാണ് നമ്മളുടെ ഹെഡ് ഉള്ളത്. മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ? നോക്കാം. ഇപ്പൊ ശരിയാക്കി തരും. ഇനി എന്ത് ചെയ്യാണ്? ബ്ലോഗ് നമ്മൾ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ബ്ലോഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം? ഹാൻഡ് റൈസ് ചെയ്യാൻ ചോദിക്കാം. ബ്ലോഗ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യാണ്? ബ്ലോഗിലേക്ക് നമ്മൾ നമ്മളുടെ നേരത്തെ പേജ് 1 എന്താണ്? ഐ ആം ടേക്കിംഗ് എ സെഷൻ ഓൺ ഗിറ്റ്ഹബ്. എന്ത് ചെയ്യാണ്? ഗിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് 1 ആഡ് ചെയ്തു. ഐ ആം ടേക്കിംഗ് എ സെഷൻ ഓൺ ഗിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ആഡ് ചെയ്തു. ഇനി നമ്മളെ ഗിറ്റ് സ്റ്റാറ്റസ്, ഗിറ്റ് എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം കേട്ടോ. ഗിറ്റിന്റെ ഓരോ സ്റ്റേറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ തന്നെ മെയിൻ വെക്കാം നമുക്ക്. മെയിൻ എന്നുള്ളത് ഈ ഒരു ചെയിനാണ് മെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു ബോക്സിനല്ല മെയിൻ എന്ന് പറയുന്നത്. ഇതും ചേർന്നിട്ടുള്ള ഈ ഒരു ചെയിന് നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ എന്ന് പറയാം. തൽക്കാലം അവിടെ കിടക്കട്ടെ. ഹെഡ് എന്ന് പറഞ്ഞാൽ കറന്റ് ഇപ്പൊ നമ്മൾ എവിടെ ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് മാറുന്നതിനെ കുറിച്ചൊക്കെ പറയാം. ഇനി നമ്മൾ ബ്ലോഗ് എന്നുള്ള പേജ് എഡിറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ വീണ്ടും ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാൽ മോഡിഫൈഡ് ബ്ലോഗ്. നേരത്തെ എന്തായി? നേരത്തെ അവിടെ ആഡഡ് ബ്ലോഗ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെ മോഡിഫൈഡ് ബ്ലോഗ് എന്നായി. കണ്ടോ? ഇവിടെ ന്യൂ ഫയൽ ബ്ലോഗ് എന്നുള്ളതിന് പകരം മോഡിഫൈഡ്. കാരണം ഇതാണ് അൺട്രാക്ഡ് ഫയൽസ്. അതായത് ഈ ഐഡിയ എന്നുള്ളത് അൺട്രാക്ഡ് ഫയൽ. അത് ഗിറ്റ് പോട്ടേന്ന് വെക്കും. ഗിറ്റ് എന്ത് ചെയ്യില്ല? ആ സാധനങ്ങൾ കൺസിഡർ ചെയ്യില്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാച്ചാല് നമ്മൾ എന്ത് ചെയ്തു? ഈ ഗിറ്റിനെ ബ്ലോഗ് എഡിറ്റ് ചെയ്തപ്പോ ഇത് തിരിച്ച് ഇവിടേക്ക് തന്നെ എത്തി. മനസ്സിലായോ? ബ്ലോഗ് എന്നുള്ള ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, മെയിൻ എന്നുള്ളതിൽ ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ എഡിറ്റ് ഉണ്ടാക്കി. എഡിറ്റ്സ് പുതിയ ബ്ലോഗായി. അത് പഴയ ബ്ലോഗിൽ ചേഞ്ച് വരുത്തിയപ്പോ അത് പുതിയ ബ്ലോഗായി മാറി. മനസ്സിലായോ? ബാക്കിയെല്ലാം സെയിം തന്നെ. നമ്മൾ എന്തുമാത്രം, അതായത് ഈ ഒരു സ്റ്റേറ്റ് എന്നുള്ളത്, അത് ഈ പെട്ടിയുടെ പുറത്തുള്ള ബ്ലോഗിലെ ചേഞ്ചസ് എന്തല്ല സേവ്ഡ് അല്ല. പക്ഷെ അതിവിടെ നോക്കിയാൽ അറിയാം. കണ്ടോ? മോഡിഫൈഡ് വേണേ നിങ്ങളുടെ UI ഇവിടെ അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കാണാം എന്തായിരുന്നു മുന്നുണ്ടായിരുന്നത്, എന്താണ് പിന്നുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? കാണിക്കാൻ പറ്റും. അപ്പോ ബ്ലോഗ് നമ്മൾ എന്ത് ചെയ്തു? എഡിറ്റ് ചെയ്തു. അപ്പോ അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മൾ എന്ത് കിട്ടി? ഗിറ്റ് സ്റ്റാറ്റസിൽ ആ ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഈ സ്റ്റേറ്റ് എടുത്തിട്ട് ഇവിടേക്ക് സേവ് ചെയ്യണം. മനസ്സിലായോ? അതാണ് നമ്മളുടെ ആവശ്യം. ഇത് ഈ എഡിറ്റ് ചെയ്ത ബ്ലോഗിനെ നമുക്ക് എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് ആവുന്നുണ്ടോ? ഞാൻ ഒന്ന് തംസ് അപ്പോ തംസ് ഡൗണോ ചെയ്യോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തംസ് ഡൗൺ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തംസ് അപ്പ്. ഇത്ര പേര് പോരാ, 60 പേരുണ്ട്. ആകെ 3-4 പേരെ ഹാൻഡ് റൈസ് ചെയ്യുന്നുള്ളൂ. ഹാൻഡ് റൈസ് ചെയ്തത് എന്തെങ്കിലും ചോദിക്കാനാണോ സാറാസിജി? അല്ല. ഓക്കെ, ഇതുവരെയുള്ളതെല്ലാം മനസ്സിലായി എന്നുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഇതുവരെയുള്ളതെല്ലാം ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി? ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി? ബാക്കിയുള്ളവർക്ക് ഇതോ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കാൻ പോയി മീറ്റ് ഓൺ ആക്കിയിട്ടിട്ട്. 6 പേർക്കേ മനസ്സിലായിട്ടുള്ളൂ അല്ലെ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാൻ വേണ്ടിട്ടാ. 7 പേർക്ക്, 8 പേർക്ക്. മോശം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒന്നുകൂടി പറയണോ? ഓക്കെ, എല്ലാരും ഹാൻഡ് സ്റ്റോൺ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഒരു കൈ വെക്ക. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. ഇനി കുറെ ആൾക്കാർ വരുന്നുണ്ടല്ലോ. അത് ചോദിക്കണം. എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ മായ്ച്ചളയാം. നമ്മൾ എന്ത് ചെയ്തു വെച്ചാല് ആദ്യം ബ്ലോഗ് എന്നുള്ള ഒരു ഫയൽ ഉണ്ടാക്കിയില്ലേ? അതല്ലേ നമ്മൾ ആദ്യം ചെയ്തത്.
നമ്മൾ എന്ത് ചെയ്തു, ഒരു ബ്ലോഗ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ക്രിയേറ്റഡ് മൊത്തം ഡിലീറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് ശ്രദ്ധിക്കണ്ട, ഇത് എപ്പോഴേലൊക്കെ ആവശ്യം വരുന്ന സാധനങ്ങളാ. ഗിറ്റ് നമ്മൾ എന്ത് ചെയ്തു, കളഞ്ഞു. നോ ഗിറ്റ് റെപ്പോസിറ്ററി. ഇപ്പൊ ഒരു പ്രൊജക്റ്റിനെ ഗിറ്റ് ഇനേബിൾ ചെയ്യണമെങ്കിൽ ഗിറ്റ് നമുക്കൊരു 16-17 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. എന്ത് ചെയ്യാം, വേഗം കവർ ചെയ്യാം. ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്, മനസ്സിലായോ? ഗിറ്റ് ഇനിറ്റ് എന്ത് വെച്ചാല് നമ്മളൊരു എംടി ഫോൾഡറിനെ ഒരു ഗിറ്റ് റെപ്പോസിറ്ററി ആക്കി മാറ്റും. ബേസിക്കലി ഗിറ്റ് ആ ഒരു ഫോൾഡറിലുള്ള കാര്യങ്ങൾ, ഗിറ്റ് ഒരു കാരണവരെ പോലെയാണ്. ആ ഫോൾഡറിൽ എന്തൊക്കെ നടന്നാലും ഗിറ്റ് അറിയും. ഗിറ്റ് അറിയാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് ഗിറ്റ് നിങ്ങളുടെ വീട്ടിലെ എന്താ പറയാ കാരണവരാണെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ വീട്ടിൽ എന്ത് നടന്നാലും എന്ത് ചെയ്യും, ഗിറ്റ് അറിയും. അപ്പൊ ഇപ്പൊ ഗിറ്റ് എന്തുണ്ട്, ഈ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നോക്കുന്നുണ്ട്. ഇപ്പൊ ഗിറ്റിൽ ചിലപ്പോ എന്തുണ്ടാവും, പച്ചയായിട്ടുള്ള ചേഞ്ച് ചെയ്തിട്ടുള്ള ഫയൽസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഗിറ്റ് ചിലപ്പോ ചിലവരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വിട്ടിട്ടുണ്ടാവും. മീൻസ് അവൻ എന്താച്ചാ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഗിറ്റ് ട്രാക്ക് ചെയ്യാത്ത ഫയൽസ് ഉണ്ടാവും. അപ്പൊ ഇതെന്ന് പറയുന്നത് ഗിറ്റ് ട്രാക്ക്ഡ് ഫയൽസ്. ഇതെന്ന് പറയണത് ഗിറ്റ് അൺട്രാക്ക്ഡ് ഫയൽസ്. അപ്പൊ ഗിറ്റ് എന്നുള്ള സാധനം ചിലവരെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറയണം, ഗിറ്റിനോട് പറയണം, ഗിറ്റ് ഈ ഒരു ഫയലിനെ നീ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. ഈ ഫയലിൽ എന്ത് നടന്നാലും എന്ത് ചെയ്യണം, നീ അതിനെ നോക്കിക്കൊള്ളണം എന്ന് പറയണം. അന്ന് ഗിറ്റിനോട് നമ്മൾ പറയണം. അൺട്രാക്ഡ് ഡിഫാൾട്ട് ആയിട്ട് ഗിറ്റ് എന്ത് ചെയ്യില്ല, ആരെയും തിരിഞ്ഞു നോക്കില്ല. അപ്പൊ ഇപ്പത്തെ നമ്മളെ സ്റ്റേറ്റില് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാച്ചാല് ഇത് മൊത്തം ഡിലീറ്റ് ചെയ്യാം. ഇത് മൊത്തം ഡിലീറ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫാമിലി എന്ന് വിചാരിച്ചു. ഫാമിലിയില് എ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ട്, a.txt. ജസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, ജസ്റ്റ് b.txt. b.txt, c.txt, d.txt, e ഡോട്ട്. അപ്പൊ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, 4 ഫയലുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പച്ച എന്ന് പറയുന്നത് ഗിറ്റ് ട്രാക്ക്ഡ് ഫയൽസ്, ചുവപ്പ് എന്ന് പറയുന്നത് ഗിറ്റ് അൺട്രാക്ക്ഡ് ഫയൽസ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഉണ്ടോ, ഇ ഉണ്ട്. അപ്പൊ ഇത്രയും ഫയൽസ് ആണ് നമ്മള്, ഫയൽസ് എന്നുണ്ട ഇത്രയും സിബ്ലിങ്സ് ഉണ്ട്. അതായത് ഗിറ്റ് എന്ന് പറയുന്നത് ആരാണ്, ഈ കുടുംബത്തിന്റെ കാരണവരാണ്. ഗിറ്റ് ആണ് ഇവരെന്ത് ചെയ്യുന്നത്, നോക്കി നടത്തിട്ട് നല്ല കുട്ടികളായിട്ട് കൊണ്ട് നടക്കുന്നത് ആരാണ്, ഗിറ്റാണ്. അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ഇതെല്ലാം എന്തല്ല, ആദ്യം ഇനീഷ്യലി ഗിറ്റ് ഇതിനൊന്നും തിരിഞ്ഞു നോക്കില്ല. ഗിറ്റിനോട് നമ്മൾ എന്ത് ചെയ്യണം, പറയണം, ഗിറ്റെ എനെ ശ്രദ്ധിക്കണം, ഏൻ എന്ത് ചേഞ്ച് വരുന്നു നീ നോക്കണം എന്ന് പറയണത് എങ്ങനെയാണ് ഏനെ ഗിറ്റിനോട് നോക്കാൻ പറയാ? ജസ്റ്റ് ഒന്ന് കമന്റ് ഇടാൻ പറ്റുമോ? ഏനെ ശ്രദ്ധിക്കണം എന്ന് ഗിറ്റിനോട് എങ്ങനെ പറയാം? ആർക്കെങ്കിലും അറിയോ? ഇപ്പൊ ഇവിടെ വെറുതെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, അൺട്രാക്ക്ഡ് ഫയൽസ്, എനെ നോക്കുന്നില്ല, ബിനെ നോക്കുന്നില്ല, ചാറും ഡോട്ട് ഓക്കെ. എനെ നോക്കുന്നില്ല, ബിനെ നോക്കുന്നില്ല, സിനെ നോക്കുന്നില്ല, ഗിറ്റ് ആഡ് ഫയൽ നെയിം. ഓക്കെ, നമ്മൾ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് കറക്റ്റാണ് നിങ്ങൾ പറയുന്നത്, വളരെ കറക്റ്റാണ്. ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഓക്കെ, ഗിറ്റ് കുറച്ച് വലുതാക്കാം, ആഡ് കാണോ, ഒരു ലാർജ് ആക്കാം.
ഗിറ്റ് ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാല് എന്ത് നടക്കും? എന്താ നിങ്ങൾ പറ? ഗിറ്റ് ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ചിത്രം എന്തായിരിക്കും? എന്തായിരിക്കും പറയൂ, നിങ്ങൾ പറയണം, ഞാൻ പറയില്ല. ഗ്രീൻ. എന്ത് ഗ്രീൻ? എല്ലാം ഗ്രീൻ ആവോ? എന്ത് ഗ്രീൻ? എല്ലാം ഗ്രീൻ ആവോ? ഇല്ല. എ. അപ്പൊ ഏനെ എന്ത് ചെയ്യും? ഗിറ്റ് ശ്രദ്ധിക്കാൻ തുടങ്ങും. അതായത് എല്ലാതും അൺട്രാക്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഗിറ്റിനോട് പറയാണ്, എടാ ഗിറ്റ് എ കുറച്ച് പ്രശ്നക്കാരനാണ്, ഏനെ നീ എന്ത് ചെയ്യണം? നോക്കണം. അതെങ്ങനെയാ ഗിറ്റിനോട് പറയാ? ഗിറ്റിനോട് ഇങ്ങനെ പറഞ്ഞാൽ ഗിറ്റ് കേൾക്കോ? ഇല്ല. ഗിറ്റിനോട് നമ്മൾ എന്ത് ചെയ്യണം? ഗിറ്റ് ആഡ് എ. ഇവിടെ എ എന്നുള്ളതിന് പകരം എ ഡോട്ട് ടി എക്സ് ടി എന്നായിരിക്കും നമ്മൾ അടിക്കേണ്ടി വരിക. അത് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഗിറ്റിനോട് നമ്മൾ എന്ത് ചെയ്യാണ്? പറയാൻ പോവാണ് ഏനെ സൂക്ഷിക്കണം. ഏനെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി സൂക്ഷിക്കണം. ഗിറ്റ് ആഡ് എ ഡോട്ട് ടി എക്സ് ടി. ഇനി നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് ചോദിക്കാം. ഗിറ്റിന്റെ അടുത്ത് ഇങ്ങനെ സ്റ്റാറ്റസ് ചോദിക്കുന്നതാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രിന്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കേട്ടോ. ഓരോ സ്റ്റേറ്റിലും ഗിറ്റ് സ്റ്റാറ്റസിന്റെ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. നോക്കി നോക്കോ. പച്ച ന്യൂ ഫയൽ എ. അതായത് ഗിറ്റ് എന്ത് ചെയ്തു? എനെ സൂക്ഷിക്കാൻ തുടങ്ങി. അത് പച്ച കളറാക്കി. ഇനി എന്ത് ഗിറ്റ് എയിൽ എന്ത് ചേഞ്ച് വന്നാലും ഗിറ്റ് എന്ത് ചെയ്തോളും? അതിങ്ങനെ സൂക്ഷിക്കും. അതായത് വാച്ച് ചെയ്യും. ബി സി ഡി ഇ എന്നൊന്നും എന്ത് ചെയ്യില്ല, ഗിറ്റ് തിരിഞ്ഞു നോക്കില്ല. അവരെ ഗിറ്റ് എന്ത് ചെയ്യുന്നില്ല? തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി എനിക്ക് ഈനെ പച്ചയാക്കണ എന്ത് ചെയ്യണം? ഈനെ പച്ചയാക്കണ ഞാൻ എന്ത് കമാൻഡ് അടിക്കണം? അറിയോ? പച്ചയാക്കാന്ന് പറഞ്ഞാൽ എന്താ? ട്രാക്ക് ചെയ്യാം. ഗിറ്റ് ആഡ് ഇ. ഗിറ്റ് ആഡ് ബിയോ ഇ ആണ് എനിക്ക് ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഗിറ്റ് ആഡ് ഇ കൊടുത്തു. ഗിറ്റ് ആഡ് ഇ കൊടുത്തപ്പോ എന്ത് കൊടുത്തു? നമ്മൾ എന്ത് ചെയ്തു? എന്തിനെ കൂടിയും ട്രാക്ക് ചെയ്തു? ഇനെയും ട്രാക്ക് ചെയ്തു. ഈ അനോണിമസ് ആൾ കയ്യിൽ നിന്ന് കൊടുന്ന് പറ്റുമോ? ഗിറ്റ് ആഡ് ഇ എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് കൊടുത്തു? ഗിറ്റ് ആഡ് ബി അല്ല, എനിക്ക് ഇ ആണ്. ഇനെയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഗിറ്റ് ആഡ് ഇ എന്ന് കൊടുത്തപ്പോ എയും ഇയും. ഇനി ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു വലിയ ഫാമിലിയാണ്, വലിയൊരു ഫാമിലിയാണെന്ന് വിചാരിച്ചോ. അപ്പൊ അതിൽ എല്ലാരെയും ട്രാക്ക് ചെയ്യാന്ന് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും. അതിന് ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് പറയാം. അപ്പൊ നമ്മള് ഗിറ്റ് ആഡ് ഇ ഡോട്ട് ടി എക്സ് എന്ന് കൊടുത്തപ്പോ ഗിറ്റ് സ്റ്റാറ്റസിൽ എന്തായി? നമ്മൾ ഇതേമാതിരി എയും ഇയും പച്ച കളറായി, ബാക്കിയുള്ളതൊക്കെ എന്തായി? ഈ ഐഡിയ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ? അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഈ ഐഡിയ ഉണ്ടാക്കി തരുന്നതാണ്. അത് എന്ത് ചെയ്തോ? നിങ്ങൾ സ്കിപ്പ് ചെയ്തോ? നമുക്ക് ബി സി ഡി ഡോട്ട് ടി എക്സ് ടികൾ എന്തായി? പച്ച ചോപ്പ് കളറായി. ബി സി ഡി ചോപ്പായി. എയും ഇയും എന്തായി? ഗ്രീനായി. ഇനി നമ്മൾ ഗിറ്റ് ആഡ് ഡോട്ട് നടിച്ചു. നമുക്ക് സമയം വളരെ കുറവാണ്, ഡീറ്റെയിൽ ആയിട്ട് പോവാൻ. അറ്റ്ലീസ്റ്റ് കമ്മിറ്റ് എന്താണെങ്കിലും മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ സെഷൻ ക്ലോസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഗിറ്റ് ആഡ് ഡോട്ട് അടിക്കുകയാണ് ഞാനിവിടെ. ഗിറ്റ് ആഡ് ഡോട്ട്. ഇനി ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുകയാണ്. കണ്ടോ? എല്ലാ ഫയലും എന്തായി? ഗ്രീനായി. കണ്ടോ? ഗിറ്റ് ആഡ് ഡോട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്ത് നടക്കും? ഗിറ്റ് ആഡ് ഡോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഗിറ്റ് എന്ത് ചെയ്യും? ഓക്കെ, എല്ലാം ഞാൻ നോക്കണം, എല്ലാത്തിനെയും എന്ത് ചെയ്യണം? ഞാനൊന്ന് ശ്രദ്ധിക്കണം എന്ന് എന്ത് ചെയ്യും? ഗിറ്റ് തീരുമാനിക്കും. ഗിറ്റ് എന്ത് പറയും? ഓക്കെ, എല്ലാത്തിനെയും ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് ശ്രദ്ധിച്ചു കളയാം. അപ്പൊ ഒന്നും ശ്രദ്ധിക്കാണ്ടിരുന്ന ഗിറ്റിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഏനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പൊ ഏനെ ശ്രദ്ധിച്ചു. ഈനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക, ട്രാക്ക് ചെയ്യാന്ന് അറിയിക്കുക. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്. ഇനി ഡോട്ട് എല്ലാരെയും ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗിറ്റ് എല്ലാരെയും ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇനി ഇപ്പൊ എല്ലാം പച്ചയായി. പക്ഷെ എന്തില്ല? ഗിറ്റിന് ഇവരൊന്നും ഓർമ്മ ഉണ്ടാവില്ല, ശ്രദ്ധിക്കും. അതായത് ഗിറ്റിന് എന്ത് ചെയ്യണം? നമ്മൾ ഓർത്ത് വെക്കണം. അതായത് ഗിറ്റിനോട് ഒരു കുറെ ദിവസം കഴിഞ്ഞിട്ട് ഗിറ്റേ ആ ഒരു സമയത്ത് എ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഗിറ്റിനോട് ചോദിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാല് ഇവിടെ ഒരു മഞ്ഞ കളറുള്ള സാധനം ഉണ്ടാക്കാം. മഞ്ഞ കളർ ജസ്റ്റ് ഒരു അബ്രിവേഷൻ ആണ്. കമ്മിറ്റഡ് ഫയൽ അല്ലെങ്കിൽ സേവ്ഡ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുക്കാം. സേവ്ഡ് ഫയൽസ്, നമുക്ക് സേവ്ഡ് സ്റ്റേറ്റ്. അപ്പോ ഞാൻ എന്ത് ചെയ്യാണ്? അപ്പൊ ഗിറ്റിനോട് പറയാണ്, ഗിറ്റേ ഈ ഒരു സ്റ്റേറ്റില്
ഈ ഒരു സ്റ്റേറ്റിൽ എ ബി സി ഡി ഇ എന്നുള്ള ആൾക്കാരെ നീ സൂക്ഷിച്ചു വെക്കണം, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ നീ ഓർത്തു വെക്കണം. എന്ത് ചെയ്യാണ്? അതിന് ഉള്ള കമാൻഡാണ് ഗിറ്റ് കമ്മിറ്റ് -m എന്ത് ആഡ് ആൾ എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റ് മെസ്സേജും കൊടുത്തു വിചാരിച്ചോ. ഓക്കെ, കാണുന്നില്ല നിങ്ങൾക്ക്? ഗിറ്റ് കമ്മിറ്റ് -m ആഡ് ആൾ കൊടുത്തു കഴിഞ്ഞാല് എന്ത് വെച്ചാല് ഇവിടെ പച്ച ഉണ്ടായിരുന്നത് ട്രാക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഫയൽസിനെയും ആര് ഗിറ്റ് എന്ത് ചെയ്യും? ഓർത്ത് വെക്കും. ഗിറ്റ് എന്ത് ചെയ്യും? ഓർത്ത് വെക്കും. അപ്പൊ പിന്നെ ഗിറ്റിനോട് പിന്നെ എപ്പോ ചോദിച്ചാലും ഗിറ്റ് എന്ത് ചെയ്യും? ഈ ഒരു സമയത്ത് ഗിറ്റ് എന്ത് ചെയ്യുന്നു? ഓറഞ്ച് ആയിരുന്നോ മഞ്ഞായിരുന്നോ? മഞ്ഞ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ട്, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഗിറ്റിനോട് ഈ ഒരു സ്റ്റേറ്റില് എയുടെ അവസ്ഥ എന്തായിരുന്നു, ബിയുടെ അവസ്ഥ എന്തായിരുന്നു, സിയുടെ അവസ്ഥ എന്തായിരുന്നു, ഡിയുടെ അല്ലെങ്കിൽ ഇയുടെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു വെച്ചാൽ ഗിറ്റ് നമ്മളോട് പറയും. ഓക്കെ, എയിൽ ഇന്നതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, ബിയിൽ ഇന്നതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, സിയിൽ ഇന്നതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എക്സാക്ട്ലി എന്തായിരുന്നു ആ സ്റ്റേറ്റിൽ എന്നുള്ളത് നമ്മളോട് എന്ത് ചെയ്യും? ഗിറ്റ് പറയും. എന്ത് ചെയ്താല് അത് കമ്മിറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ഒരു ട്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റും എല്ലാതും സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റേറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു സെലക്ഷൻ കൊണ്ടുവരാം. ഉണ്ടോ? ഇതിനൊരു കളറും കൊടുക്കാം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കമ്മിറ്റ് മെസ്സേജും കൊടുത്ത് ഇതിന് എന്ത് ചെയ്തിട്ടുണ്ടോ? സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇനി ഗിറ്റിനോട് എപ്പോ ചോദിച്ചാലും ഈ ഒരു സ്റ്റേറ്റിൽ എന്തൊക്കെയുള്ളത് എന്നുള്ള ഗിറ്റ് നമ്മളോട് പറഞ്ഞു തരും. ഇനി ആ ഒരു സ്റ്റേറ്റ് കൂടി നമുക്ക് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാം. ഗിറ്റ് കമ്മിറ്റ് -m ആഡ് ആൾ. കണ്ടോ? ഇതെല്ലാം കൂടി സ്റ്റേറ്റ് ഒരു ഇതുണ്ടാക്കി വെക്കും. ഗിറ്റ് എന്ത് ഉണ്ടാക്കി വെക്കും? ഇത്രയും സാധനങ്ങളെ ഓർത്ത് വെക്കും. ഇനി നമുക്ക് എന്ത് വെച്ചാല് എയിൽ കുറച്ച് ചേഞ്ചസ് വരുത്താം. എയിൽ എന്ത് വരുത്തി? എന്റെ പേര് അല്ലെങ്കിൽ എയിൽ എന്ത് ചേഞ്ചസ് വരുത്തുക? എനെ AZ എന്നാക്കിന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എയിലെ കണ്ടന്റ് മാറ്റിന്ന് വിചാരിച്ചോ. എയിലെ കണ്ടന്റ് കുറച്ച് വലുതാക്കി, എന്താ പറയാ, കണ്ടന്റ് അല്ലെങ്കിൽ ABC എന്നാക്കിന്ന് വിചാരിച്ചോ. അത് എനെ ചേഞ്ച് വരുത്തി. എനെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാല് എയിലെ പോയിട്ട് ABC എന്നാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു നോക്കാം കേട്ടോ. ഉണ്ടോ? മോഡിഫൈഡ് a.txt. ഇത് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ശ്രദ്ധിക്കേണ്ട, ഡോട്ട് ഐഡിയയിൽ ശ്രദ്ധിക്കേണ്ട. മോഡിഫൈഡ് a.txt. അപ്പൊ ഗിറ്റിന് അറിയാം മുന്നേ ഏതായിരുന്നു പിന്നെ ഇതായി, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ കളർ മാറ്റിയത്. മനസ്സിലായോ? അപ്പൊ എയിൽ എന്തോ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ള ആർക്ക് മനസ്സിലായി? ഗിറ്റിന് മനസ്സിലായി. ഗിറ്റ് അത് ഓലയ്ക്കുന്നുണ്ട്, ഗിറ്റ് അത് ഓർത്ത് വെക്കുന്നുണ്ടാണ് ഗിറ്റിന് മനസ്സിലായത് എന്ത് എയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ ആ ചേഞ്ച് ഗിറ്റിനോട് നോക്ക്. ഓക്കെ, ആ ചേഞ്ച് നീ എന്ത് ചെയ്യണം? നോക്കണം. നമ്മൾ നോക്കണം എന്ന് എങ്ങനെയാ പറയാ? എങ്ങനെയാ നമ്മൾ ഗിറ്റിനോട് സാധനം നോക്കണം എന്ന് പറയാ? അതെ ABCD സാധാരണ ഓരോ പ്രോഗ്രാം, ഓരോ ഫയൽസ്, ഇപ്പൊ main.py അല്ലെങ്കിൽ utils.py എന്ന് പറഞ്ഞിട്ട് ഓരോ ഫയൽസ്, ഓരോ ഫോൾഡേഴ്സ് ആയിരിക്കും എന്തുണ്ടാവുക? ABC എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനി നമ്മൾ എന്താ ഗിറ്റിനോട് എങ്ങനെയാ ഈ ABC അല്ലെങ്കിൽ എയിലുള്ള ചേഞ്ചസ് ശ്രദ്ധിക്കാൻ പറയാ, നോക്കാൻ പറയാ? എങ്ങനെയാ, എന്താ ചെയ്യാ? പറയൂ. ഗിറ്റ് ആഡ് A അല്ലെങ്കിൽ ഗിറ്റ് ആഡ് A അല്ലെങ്കിൽ a.txt. ഇവിടെ നമ്മള് ഗിറ്റ് ആഡ് ഐതർ ഡോട്ട് അടിക്കാം. ഡോട്ട് അടിച്ചാൽ എല്ലാ ചേഞ്ചസും കൂടി എന്ത് ചെയ്യും? കയറി പോയിക്കോളും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് a.txt മാത്രം എന്ത് ചെയ്യാം? അടിക്കാം. ഇപ്പൊ എന്തായി? വീണ്ടും പച്ചയായി. അതായത് എപ്പോ നമ്മളൊരു സാധനം എഡിറ്റ് ചെയ്യുന്നു അപ്പൊ അത് ചോപ്പാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗിറ്റിനോട് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കാൻ പറയണം. ശ്രദ്ധിക്കമ്പാനെ എന്ന് പറയുന്ന മാതിരി ഗിറ്റേ ശ്രദ്ധിക്കേ, ABCയിൽ എന്തൊക്കെയോ ചേഞ്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എയിൽ എന്തൊക്കെയോ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഗിറ്റ് എന്ത് ചെയ്യും? ഓക്കെ, ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിനെ പച്ചയാക്കും. പച്ചയാക്കിയാലും ഗിറ്റ് എന്ത് ചെയ്യില്ല? ഓർത്തു വെക്കില്ല. അതായത് എനെ ഓർത്തു വെച്ച മാതിരി എയിലുള്ള ചേഞ്ചസ് ഈ ഒരു സ്റ്റേറ്റിനെ ഓർത്തു വെക്കണ നമ്മൾ എന്താ ചെയ്യാ? ഓർത്തു വെക്കണ എന്താ ചെയ്യാ? എന്ത് ചെയ്യും?
ഒരു സ്റ്റേറ്റ് ഓർത്ത് വെക്കണ എന്ത് ചെയ്യും? കമ്മിറ്റ്. യാ കറക്റ്റ്. അപ്പൊ ഇതേപോലെ തന്നെ കമ്മിറ്റ് എന്ത് ചെയ്തു? ഗിറ്റ് കമ്മിറ്റ് ചേഞ്ച് എ. നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്ത് നോക്കാം. ഗിറ്റ് കമ്മിറ്റ് -m ചേഞ്ച് എ. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു. വീണ്ടും ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാല് കണ്ടോ, നമ്മൾ ആ എ മോഡിഫൈ എയിലെ അപ്ഡേറ്റഡ് എന്നുള്ള ഒരു സാധനം എന്ത് പോയി. ഇപ്പൊ ജസ്റ്റ് ഈ ഒരു സാധനം മാത്രം, ഇത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്തു വന്നപ്പോ കമ്മിറ്റ് ചെയ്തപ്പോ ഇതെന്തായി? വീണ്ടും നമ്മളെ മഞ്ഞ കളറായി. മഞ്ഞ കളർ മാത്രമാണോ ആയത്? ഈ ഒരു സ്റ്റേറ്റ് ആരെടുത്ത് വെച്ചു? നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റ് അടുത്ത സ്റ്റേറ്റ് ആയിട്ട്, ഇത് സ്റ്റേറ്റ് 1, ഇത് സ്റ്റേറ്റ് 2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? എടുത്തു വെച്ചു. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഡയറക്റ്റ് കമ്മിറ്റ് പറ്റുമോ? ഇല്ല, ആഡ് ചെയ്തിട്ടേ കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് കമ്മിറ്റ്, അതായത് പ്രോസസ് എന്ന് പറയുന്നത് ഗിറ്റ് ആഡ് ഗിറ്റ് കമ്മിറ്റ് എന്നുള്ളതാണ്. ഗിറ്റ് ആഡ് ഗിറ്റ് കമ്മിറ്റ് എന്നുള്ളതാണ്. നമുക്ക് ഡയറക്റ്റ് ഗിറ്റ് കമ്മിറ്റ് -a എന്ന് പറഞ്ഞിട്ട് എന്തോ ഇത് കൊടുക്കാൻ പറ്റും. അത് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കമ്മിറ്റ് ചെയ്യൽ ഒറ്റയടിക്ക് നടക്കും. പക്ഷെ നമുക്ക് അത്രയും ഇപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കണ്ട. എന്താണ് ഗിറ്റ് കമ്മിറ്റ്, എന്താണ് ഗിറ്റ് ആഡ് എന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഗിറ്റ് ആഡ് എന്ത് ചെയ്തു? ഈ ഗിറ്റ് കമ്മിറ്റ് ചെയ്തപ്പോ ഈ ഒരു സ്റ്റേറ്റ് എടുത്തു വെച്ചു. നമുക്ക് എന്ത് ചെയ്തു? ഗിറ്റ് കമ്മിറ്റ് ചെയ്യാം. ഗിറ്റ് കമ്മിറ്റ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കമ്മിറ്റ് ചെയ്യാണ് ചെയ്യാം. ജസ്റ്റ് കമ്മിറ്റ് -m ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ, ഉണ്ടോ? ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ ഒരു ട്രീ ഇല്ലേ, കണ്ടോ? അതായത് ഇതിൽ നിന്ന് ഇതിലേക്ക് വന്നു, അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ചസ് ഇല്ലേ, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ട്, ഗിറ്റ് ലോഗ് എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടോ? കണ്ടോ? ആദ്യം ആഡ് ആൾ, അതാണ് ഇവിടെ നടന്നത്, ഇവിടെ നടന്നത്, അതാണ് ഈ സ്റ്റേറ്റ്. ശ്രദ്ധിച്ചോ. പിന്നെ ചേഞ്ച് എ, അതാണ് എന്ത് നടന്നത്? ഇവിടെ നടന്നത്. അപ്പൊ ബേസിക്കലി ഈ ഒരു സ്റ്റേറ്റും ആണ് ഇവിടെ കാണുന്നത്. അതായത് ഇവിടെ അത് നമ്മൾ സ്റ്റേറ്റ് 1 എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഒരു വലിയൊരു ഐഡിയ ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ? ഇതിന് വേറൊരു ഐഡിയ ഉണ്ട്, കമ്മിറ്റ് ഹാഷ് എന്ന് പറയും ഇതിന്. ഇവിടെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ ഓരോ കമ്മിറ്റിനും ഓരോ യുണീക്ക് ആയിട്ടൊരു ഹാഷ് ഉണ്ടായിരിക്കും, ഐഡിയ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് ഈ കമ്മിറ്റിന് പേരിടുന്നത്. ഈ കമ്മിറ്റിന്റെ ഹാഷ് ആണ്, ഈ കമ്മിറ്റിന്റെ ഹാഷ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഒരു 5 minutes കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ 10:30 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ കമ്മിറ്റിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഹെഡ് എവിടെ? ഇതാണ് നമ്മളുടെ ഹെഡ് കേട്ടോ. ഇപ്പൊ ഇനീഷ്യലി ഹെഡ് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനീഷ്യലി ഹെഡ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കമ്മിറ്റ് ചെയ്തപ്പോ ഹെഡ് എന്തായി? ഇവിടേക്ക് എത്തി. അപ്പൊ ഇവിടുത്തെ ഹെഡ് എന്തായി? പോയി. അപ്പൊ ഹെഡ് ഇവിടെ ഉള്ളത്. ഹെഡ് എന്ന് പറഞ്ഞാല് കറന്റ് നമ്മൾ എന്താണോ ഇവിടെ ബ്രൗസറിൽ അല്ലെങ്കിൽ ഇവിടെ കാണുന്നത്. ഇപ്പൊ ഇവിടെ ABC എന്ന് കാണുന്നുണ്ട്. അപ്പൊ അത് ഈ ABC എന്നുള്ള ചേഞ്ച് വന്നുകൊണ്ടാണ് ABC എന്ന് കാണുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഗിറ്റ് ഈ ഒരു സ്റ്റേറ്റിലേക്ക് ഇതിനെ പോവാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്തു? ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു സ്റ്റേറ്റിലേക്ക് പോയില്ലേ? ആ ഒരു സാധനം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ചെയ്യാം. ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്? ഗിറ്റ് ചെക്ക്ഔട്ട് കമ്മിറ്റ് ഹാഷ്. അതായത് ഇതിൽ നിന്ന് ഇതിലേക്ക് പോകണമെങ്കിൽ ഈ കമ്മിറ്റ് ഹാഷ് എടുക്കണം. കണ്ടോ? ഈ കമ്മിറ്റ് ഹാഷ് എടുക്കണം. ഇവിടെ ഒന്നും വേണ്ട. അതായത് ഏതിലേക്കാണോ പോകേണ്ടത് അതിന്റെ കമ്മിറ്റ് ഹാഷ് എടുക്കാം. കണ്ടോ? ഇതിൽ നിന്ന് ഇതിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ കമ്മിറ്റ് ഹാഷ് എടുത്തു. കണ്ടോ? അപ്പൊ ആ കമ്മിറ്റ് ഹാഷ് ഇവിടെ എടുത്ത് നമുക്ക് ഗിറ്റ്
ചെക്ക്ഔട്ട് കമ്മിറ്റ് ഹാഷ് എടുത്തു. ഇപ്പൊ നോക്കിയോക്കെ, നമ്മളെ എ എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്തപ്പോ അതിലൊന്നുമില്ല, ബിയിലൊന്നുമില്ല, സിയിലൊന്നുമില്ല, ഡിയിലൊന്നുമില്ല, ഇയിലൊന്നുമില്ല, എല്ലാം എം ടി ആണ്. അതല്ലേ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത്? എയിലൊന്നുമില്ല, ബിയിലൊന്നുമില്ല, സിയിലൊന്നുമില്ല, ഡിയിലൊന്നുമില്ല, ഇയിലും. അപ്പൊ ബേസിക്കലി ഇപ്പൊ നമ്മള് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാല് കാണും. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാല് കണ്ടോ, ഹെഡ് ഡിറ്റാച്ച്ഡ് അറ്റ് ഇത് എന്ന് പറയും. ബേസിക്കലി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതിന്റെ തുടക്കത്തിലുള്ള നമ്പേഴ്സ് F87 കണ്ടോ, അത് തുടക്കത്തിലുള്ള ഒരു സാധനമാണ്. F87 ഈ ഒരു നമ്പർ ആണ്. ബേസിക്കലി ഹെഡ് ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് ഇവിടെ എത്തി എന്നുള്ളതാണ് ഗിറ്റിന്റെ സ്റ്റാറ്റസ് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഗിറ്റ് ചെക്ക്ഔട്ട് ഈ ഹാഷ് അടിച്ചപ്പോ എന്ത് നടന്നു? ഗിറ്റിന്റെ ഹെഡ് ഇവിടുന്ന് തല ഇവിടുന്ന് ഇവിടെ എത്തി. ഇപ്പൊ നമ്മൾ നമ്മളുടെ പ്രൊജക്ട് നോക്കി കാണുന്നത് ഈ ഒരു ഹെഡ് കൂടെ ആയിരിക്കും. അതായത് ഈ ഒരു സ്റ്റേറ്റിൽ എന്തൊക്കെയാണ് നമ്മളെ പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത്. കണ്ടോ, എ ബി എന്ന് ഇവിടെ ഇല്ല, എന്തില്ല, വേറെ ഒന്നുമില്ല. ഇനി തിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടേക്ക് തന്നെ എത്തണം എന്ന് വിചാരിച്ചോ. അതായത് ആക്ച്വൽ ഹെഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു എന്തുണ്ട്, ഗിറ്റ് ചെക്ക്ഔട്ട് മെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ കമ്മിറ്റേഷൻ അതേപോലെ എടുക്കാം. പക്ഷെ ഇതെന്താണ്, നമ്മുടെ ആക്ച്വൽ ഏറ്റവും അറ്റത്തുള്ള പൊസിഷൻ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ മെയിൻ എന്ന് വിളിക്കും. അതായത് ഗിറ്റ് ചെക്ക്ഔട്ട് മെയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാല് ഇതിന്റെ ഏറ്റവും ടോപ്പിലുള്ള പൊസിഷനിലേക്ക് നമുക്ക് നോക്കി വെക്കാം. ഗിറ്റ് ചെക്ക്ഔട്ട് മെയിൻ ഉണ്ടോ? ഇപ്പൊ നമ്മൾ a.txt പോയാൽ കണ്ടോ, ABC എന്ന് കണ്ടു. കണ്ടോ, a.txt എന്തുണ്ട്, തിരിച്ചിവിടെ എത്തി. അതായത് എയില് ABC ഉള്ള വാല്യൂ ഉള്ള എ എന്തെത്തി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ കൺട്രോൾ സെറ്റ് ഒക്കെ അടിച്ച് ചെയ്യുന്ന സെയിം സാധനം കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട്, കുറച്ചും കൂടി അടിപൊളിയായിട്ട് ആര് ചെയ്ത് വെക്കുന്നുണ്ട്? ഗിറ്റ് നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ കമ്മിറ്റ് എന്താണ്, ആഡ് എന്താണ്, ചെക്ക്ഔട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? കമ്മിറ്റ് എന്താണ്, ഗിറ്റ് ചെക്ക്ഔട്ട് എന്താണ്, ഗിറ്റ് ആഡ് എന്താന്നുള്ളത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചോളൂ. ഹലോ, ചെക്ക്ഔട്ട് പറയാമോ? ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ചെക്ക്ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ നേരത്തെ നമ്മൾ കണ്ടു, ഈ ഒരു സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ഇതില് ഈ ഒരു കളറുള്ള സ്റ്റേറ്റുകൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഗിറ്റ് ലോഗ് നടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഈ ഒരു സ്റ്റേറ്റ്, ഓരോ കമ്മിറ്റും ഓരോ സ്റ്റേറ്റ് ആയിട്ട് എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്, ഗിറ്റ് ഓർത്ത് വെക്കുന്നുണ്ട്. അതായത് ആ ഒരു സ്റ്റേറ്റിലുള്ള ആ ഒരു ടൈം മൊമെന്റിലുള്ള എല്ലാ കാര്യങ്ങളും ഗിറ്റിന് അറിയാം. അതായത് ഇതിന്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നും ഗിറ്റ് അറിയില്ല. ഗിറ്റിന് എപ്പോൾ മാത്രമേ ഈ ഒരു സ്റ്റേറ്റും മാത്രമേ ഓർത്ത് വെക്കുള്ളൂ. അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഫയൽസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഡിലീറ്റ് തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഗിറ്റ് തിരിഞ്ഞു നോക്കില്ല. ഗിറ്റ് എന്ത് മാത്രമേ ഉള്ളൂ, ഇത് നമ്മൾ എപ്പോഴാണോ കമ്മിറ്റ് ചെയ്യുന്നത് ആ സ്റ്റേറ്റ് ഗിറ്റ് കൃത്യമായിട്ട് ഓർത്ത് വെക്കും. എപ്പോഴാണോ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റ് ഗിറ്റ് കൃത്യമായിട്ട് ഓർത്ത് വെക്കും. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുന്ന സ്റ്റേറ്റുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്റ്റേറ്റ് ഗിറ്റ് ഓർത്ത് വെച്ചിട്ടുണ്ട്, വേറൊരു സ്റ്റേറ്റ് ഗിറ്റ് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ആ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ബേസിക്കലി ഈ ഹെഡ് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ വെക്കുന്നതിനെയാണ് ഗിറ്റ് ചെക്ക്ഔട്ട് എന്ന് പറയാം, ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ വെക്കുന്നതിനാണ് തിരിച്ച് ഗിറ്റ് ചെക്ക്ഔട്ട് എന്ന് പറയാം. അപ്പൊ എവിടേക്കാണോ വെക്കുന്നത് അതിന്റെ കമ്മിറ്റ് ഹാഷ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക, എടുത്തു വെക്കേണ്ടി വരിക. മനസ്സിലായോ? എവിടേക്കാണോ നമ്മൾ ഹെഡ് എടുത്ത് വെക്കുന്നത് അതിന്റെ ഒരു കമ്മിറ്റ് ഹാഷ് ഉണ്ടായിരിക്കും. അത് ഇവിടെ നമുക്ക് ലോഗിന്ന് കിട്ടും. ഇപ്പൊ ഇതാണ് ഇതിന്റെ കമ്മിറ്റ് ഹാഷ്. ഇപ്പൊ ഗിറ്റ് ചെക്ക്ഔട്ട് ഇതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഡിഫാൾട്ട് ആയിട്ട് കിട്ടും. പിന്നെ ഏറ്റവും ടോപ്പിലുള്ള കമ്മിറ്റ് ഹാഷിന്, അതായത് മെയിൻ എന്ന് പറയും ഇതിന്, അപ്പൊ അവിടെ നമ്മൾ ഈ കമ്മിറ്റ് ഹാഷ് അടിക്കണം എന്നില്ല, എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിറ്റ് ചെക്ക്ഔട്ട്
മെയിൻ കൊടുക്കാം. ബേസിക്കലി ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് ചെക്ക്ഔട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ ഐശ്വര്യ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഏകദേശം അതിന്റെ പേരായി. ചെറിയൊരു ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, പുഷ് സാധനങ്ങളൊക്കെ. പക്ഷെ ടൈം ലിമിറ്റേഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി ഗിറ്റ് കമ്മിറ്റും ഗിറ്റ് ചെക്ക്ഔട്ടും എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ബാക്കി പുഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിയാൽ എന്ത് കിട്ടും, കവർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെച്ചാൽ എന്ത് ചെയ്യാം, ചോദിക്കാം. നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വരാം. നിങ്ങളുടെല്ലോ മെയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക ഫസ്റ്റ്. ചെക്ക്ഔട്ട് എന്താ, കമ്മിറ്റ് എന്താ, പുഷ് എന്താ എന്നുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെയ്യാം, മനസ്സിലാക്കുക. ഹോപ്പ് ഈ ഒരു എന്താ പറയാ ഫിഗ് ജാം ബോർഡ് ഒന്ന് എടുത്തു വെച്ചോ. നോട്ട്സ് നോട്ട്സ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഗിറ്റ് കമ്മിറ്റ് എന്നുകൊണ്ട് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗിറ്റ് കമ്മിറ്റ് ഉണ്ടോ, ക്രിയേറ്റ് എ ന്യൂ കമ്മിറ്റ് കണ്ടെയ്നിങ് ദി കറന്റ് കണ്ടന്റ്സ് ഓഫ് ഇൻഡെക്സ് ആൻഡ് ഗിവൺ ലോക്ക് എന്നുണ്ട്. അല്ലെങ്കിൽ GPT-നോട് കുറച്ചുകൂടി ഭംഗിയാക്കി മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, GPT അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പൊ നോട്ട്സ് ഒന്നും ആവശ്യമില്ല. ഈ വേണേ ഫിഗ് ജാം ബോർഡ് എടുത്ത് വെച്ചോ, കാരണം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഇതുണ്ടായത് കൊണ്ട് വേണേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഫീഡ്ബാക്സ് എന്തെങ്കിലും ഉണ്ടെച്ചാൽ അതിൽ ഷെയർ ചെയ്യാം. അരുന്ധതി വേറെ എന്തെങ്കിലും ഉണ്ടോ സ്റ്റോപ്പ് ചെയ്യാന്നോ? ആ ബോർഡ് ഒന്നുകൂടെ കാണിക്കോ? ഓക്കെ ഏതാ? അപ്പൊ തിരിച്ച് ഇവിടുന്ന് നമ്മൾ കിറ്റ് ചെക്ക്ഔട്ട് മെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഹെഡ് എടുത്തിട്ട് ഇവിടെ എത്തും. പ്രോംപ്റ്റ് ഒന്നുകൂടെ കാണിക്കോ? പ്രോംപ്റ്റ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട് വെച്ചാൽ അവിടെ നിൽക്കാം, അല്ലാത്തവർക്ക് ലീവ് ആവാം. ഗുഡ് നൈറ്റ്. ബേസിക്കലി എന്താ ഗിറ്റ് എന്നുള്ളത്, എന്തിനാണ് ഗിറ്റ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഗിറ്റ് ഹബ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു ഫയല് നമുക്കൊരു സെർവറിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിനാണ് ഗിറ്റ് ഹബ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരു ഗിറ്റ് ഹബ് അക്കൗണ്ട് ഉണ്ടാക്കുക. എന്റെ ഗിറ്റ് ഹബിന്റെ ഗിറ്റ് നൈറ്റ് താങ്ക് യു സാർ എന്ന് വിളിക്കണ്ട. എന്റെ ഗിറ്റ് പ്രൊഫൈൽ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ കയറി നോക്കാം. എങ്ങനെയൊക്കെ പ്രൊജക്ട്സ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവിടെ കിട്ടും. നിങ്ങളുടെ കണക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെച്ചാൽ ചോദിക്കാം. ആരെങ്കിലും കേട്ട് ടിങ്ങറാക്കിനെ കാണാം. ഡൗട്ട് ആർക്കെങ്കിലും വെച്ചാൽ ഇവിടെ നിൽക്കാം. അവർക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. ബൈ. ഫീഡ്ബാക്സ് എന്തെങ്കിലും ഉണ്ടെച്ചാൽ ഷെയർ ചെയ്യാം. ബൈ ബൈ.